ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ന് നമുക്ക് കുറച്ച് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് നല്ല ലാർജ് ക്യാപ്പ് കമ്പനികൾ ബൈ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അത് വരാനൊരു കാരണമുണ്ട്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ താഴെ നീല കളറിൽ കാണുന്നത് 200 ഡേ മൂവിങ് ആവറേജ് ആണ്. 200 ഡേ മൂവിങ് ആവറേജിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം നിഫ്റ്റി സപ്പോർട്ട് എടുത്തു. അതെടുത്തിട്ട് അത് കഴിഞ്ഞ് വന്നേക്കുന്നത് ഇന്നലത്തെ ഹൈ എല്ലാം ബ്രേക്ക് ചെയ്ത് വളരെ വലിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 200 ഡേ മൂവിങ് ആവറേജിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നമുക്ക് അടുത്ത ചാർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. നിഫ്റ്റിയുടെ 2 വർഷത്തെ ചാർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഡെയിലി ചാർട്ടാണ്, അതുകൊണ്ട് തന്നെ ക്യാൻഡിലുകൾ കുറച്ച് ചെറിയ ഇതിലാണ് നിൽക്കുന്നത്. അതിലത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗം ഇവിടെയാണ്. ഈ ഒരു ക്രാഷ് കോവിഡിൻ്റെ സമയത്ത് ഉണ്ടായ ക്രാഷാണ്. ഇവിടെ ഈ ക്രാഷ് കാണുന്നത് കോവിഡിൻ്റെ സമയത്ത് ഉണ്ടായ ക്രാഷാണ്. അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി മുകളിലേക്ക് കയറി 200 ഡേ മൂവിങ് ആവറേജ് തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഇവിടെ ഒരു പ്രാവശ്യം അത് സപ്പോർട്ട് എടുത്തത് നോക്കുക. അതായത് 200 ഡേ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് നിഫ്റ്റി മുകളിലേക്ക് കയറി. അപ്പോൾ നിഫ്റ്റിയിൽ ഒരു ബൈ വന്നു. അത് പിന്നീട് ഒരു സപ്പോർട്ട് അവിടെ എടുത്തു. രണ്ടാമത് ഒരിക്കൽ കൂടി 200 ഡേ മൂവിങ് ആവറേജിൻ്റെ അവിടെ നിഫ്റ്റി സപ്പോർട്ട് എടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഒന്നാമത്തെ സപ്പോർട്ട് എടുത്തത് ഏകദേശം 2020 ഓഗസ്റ്റിലാണ്. രണ്ടാമത്തെ സപ്പോർട്ട് എടുത്തത് 2020 ഒക്ടോബറിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം നിഫ്റ്റി ഒരിക്കൽ പോലും 200 ഡേ മൂവിങ് ആവറേജിൽ ടച്ച് ചെയ്തിട്ടില്ല. അങ്ങനെ ടച്ച് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ഈ ഭാഗത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 200 ഡേ മൂവിങ് ആവറേജ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന്. ഇത് തിരിച്ചും വരാം. ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി താഴേക്ക് പോവുകയാണ് എങ്കിൽ നിഫ്റ്റിയിൽ ഒരു ക്രാഷ് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ താഴേക്ക് പോയ ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഭാഗത്ത് നിഫ്റ്റി 200 ഡേ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി. ആ സമയത്ത് എക്സിറ്റാണ്. അതായത് നമ്മുടെ കയ്യിൽ ബൈ ഉണ്ടെങ്കിൽ നമ്മൾ ബൈ ഒഴിവാക്കുക. കാരണം അതൊരു ബിയറിഷ്നെസ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു. ടെക്നിക്കലി ഇതൊരു ബൈ തന്നെയാണ്. നാളെ യുദ്ധമുണ്ടാകുമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. കാണുന്ന ചാർട്ടിൽ നമുക്കൊരു ബൈ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല കമ്പനികൾ നമ്മൾ ബൈ സൈഡിലേക്ക് ഇട്ടു. ഇനി ഈ സിറ്റുവേഷന് വിപരീതമായിട്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് മൂവ് ചെയ്താൽ ഒരുപക്ഷെ റഷ്യ ഉക്രൈനിൽ ബോംബിടുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല, റെയറസ്റ്റ് കേസാണ്. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നിഫ്റ്റി താഴെ പോകണമെന്നുമില്ല. പണ്ടും ഉക്രൈനുമായിട്ട് റഷ്യക്ക് ചെറിയൊരു ഇടപാടൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വലിയ കാര്യമായിട്ട് നിഫ്റ്റി താഴേക്ക് പോയിട്ടില്ല. ഓക്കെ, എനിവേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് നിഫ്റ്റി ഇതിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ ടെക്നിക്കലി നമുക്ക് നോക്കിയിട്ട് ബീറിഷ് ആണെങ്കിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നോക്കേണ്ടത് നിഫ്റ്റി 200 ഡേ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് താഴേക്ക് പോകുന്നുണ്ടോ എന്നാണ്. അതാണ് നമ്മുടെ ഒരു ക്രൂഷ്യൽ പോയിൻ്റ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയോ ടെക്നിക്കലി സ്റ്റോക്ക് ബീറിഷ് ആണെങ്കിൽ എക്സിറ്റ് ചെയ്യുകയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വലിയ സ്റ്റോപ്പ് ലോസ് വരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല സ്റ്റോക്കുകളൊക്കെ ഡിസ്കൗണ്ട് പ്രൈസിൽ അവൈലബിളും ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സ്റ്റോക്കുകൾ കിട്ടി. കുറച്ച് സ്റ്റോക്കുകളെ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ളൂ, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും. ബാക്കിയുള്ള സ്റ്റോക്കുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ആദ്യത്തെ സ്റ്റോക്ക് ബാറ്റ ഇന്ത്യ ആണ്. ബാറ്റ ഇന്ത്യയുടെ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് 1882 ആണ്. സ്റ്റോപ്പ് ലോസ് 1790 ആണ്. ടാർഗറ്റ് വരുന്നത് 2040, 2200. ഇത് ലോങ് ടൈമിന് പറ്റിയ ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഗുഡ് സ്റ്റോക്ക് ഫോർ ലോങ് ടൈം. ഞാൻ ലോങ് ടൈമിന് പറ്റിയ സ്റ്റോക്കുകൾ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ബാറ്റ ഇന്ത്യയുടെ ചാർട്ട് കൂടി നമുക്കൊന്ന് കണ്ടു കളയാം. ഇതാണ് ബാറ്റ ഇന്ത്യയുടെ ചാർട്ട്. ഇത് ഓൾ ഡേറ്റ ചാർട്ടാണ്. 2003 മുതലുള്ള ചാർട്ട് ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഓരോ ക്യാൻഡിലും ഒരു മാസത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മന്ത്ലി ചാർട്ടാണ്. അപ്പോൾ ലോങ് ടൈമിന് പരിഗണിക്കാവുന്ന സ്റ്റോക്കാണ്. മാത്രവുമല്ല ഡെയിലി ചാർട്ട് നോക്കിയാൽ അതൊരു സപ്പോർട്ടിലാണ്. 2 ചാർട്ട് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. അടുത്ത സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി അല്ലേ. ബജാജ് ഫിനാൻസിൻ്റെ CMP 7142 ആണ്. സ്റ്റോപ്പ് ലോസ് 6780 പ്ലേസ് ചെയ്യാം. ടാർഗറ്റ് 7800-ഉം 8000-ഉം നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഈ സ്റ്റോക്കും ലോങ് ടൈമിന് പറ്റിയ നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. ബജാജ് ഫിനാൻസിൻ്റെ ലോങ് ചാർട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കളയാം. വളരെ നല്ല ബുള്ളിഷുള്ളൊരു ലോങ് ചാർട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അടുത്ത സ്റ്റോക്ക് അപ്പോളോ ഹോസ്പിറ്റലാണ്. ഒരുപാട് ഹോസ്പിറ്റൽ ശൃംഖലകളുള്ള സ്റ്റോക്കാണ് അപ്പോളോ ഹോസ്പിറ്റൽ. CMP വരുന്നത് 4663 ആണ്.
സ്റ്റോപ്പ് ലോസ് വരുന്നത് 4400 ടാർഗറ്റ്സ് 5000ഉം 5600ഉം നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റോക്കും ലോങ് ടൈമിന് പറ്റിയ സ്റ്റോക്ക് തന്നെയാണ്. നമുക്ക് മന്ത്ലി ചാർട്ട് ഒന്ന് കണ്ടു കളയാം. വളരെ അഗ്രസീവായിട്ട് ബുള്ളിഷുള്ള ഒരു ചാർട്ടാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ അടുത്ത സ്റ്റോക്ക് ബജാജ് ഫിൻസർവ് ലിമിറ്റഡ് ആണ്. CMP വരുന്നത് 16375 സ്റ്റോപ്പ് ലോസ് 1000 രൂപ താഴെ 15375 ടാർഗറ്റ്സ് നമുക്ക് 18250ഉം 19100ഉം പ്ലേസ് ചെയ്യാം. ഈ സ്റ്റോക്കും ലോങ് ടൈമിന് പറ്റിയ നല്ലൊരു കമ്പനിയാണ്. ബജാജ് ഫിൻസർവിൻ്റെ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ അഗ്രസീവായിട്ട് നല്ല ബുള്ളിഷ്നെസ് ഫീൽ ചെയ്യുന്ന ചാർട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ അടുത്ത സ്റ്റോക്ക് മൈൻട്രി ലിമിറ്റഡ് ആണ്. മൈൻട്രിയുടെ CMP 3968 സ്റ്റോപ്പ് ലോസ് 3650, ടാർഗറ്റ്സ് വരുന്നത് 4250ഉം 4500ഉം 4850ഉമാണ്. ഈ സ്റ്റോക്കും ലോങ് ടൈമിന് പറ്റിയ സ്റ്റോക്ക് തന്നെയാണ്. നമുക്ക് മന്ത്ലി ചാർട്ട് ഒന്ന് കണ്ടു കളയാം. വളരെ അഗ്രസീവായിട്ട് വളരെ ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു ചാർട്ടാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ അടുത്ത സ്റ്റോക്ക് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. CMP 3265 വരുന്നത്. സ്റ്റോപ്പ് ലോസ് 3110, ടാർഗറ്റ്സ് 3500. ഒരു ടാർഗറ്റേ ഞാനിവിടെ വെച്ചിട്ടുള്ളൂ. ലോങ് ടൈമിന് പറ്റിയ സ്റ്റോക്ക് തന്നെയാണ്. വേണമെങ്കിൽ കൂടുതൽ ടാർഗറ്റുകൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ടാർഗറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റിട്ടേണും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ടാർഗറ്റ് പ്ലേസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ലോങ് ചാർട്ട് ഒന്ന് കണ്ടു കളയാം. വളരെ അഗ്രസീവായിട്ട് മുകളിലേക്ക് പോകുന്ന ചാർട്ടാണ് നമ്മളിവിടെ കാണുന്നത്. SIP പോലെയൊക്കെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പരിഗണിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്കാണ് ഏഷ്യൻ പെയിൻറ്റ്. അടുത്തത് ഇൻഫോസിസ് ആണ്. IT സ്റ്റോക്കിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. CMP 1738, സ്റ്റോപ്പ് ലോസ് 1690, ടാർഗറ്റ്സ് 1900. ഞാനിവിടെ ടാർഗറ്റ്സ് എന്ന് എഴുതിയെങ്കിലും ഒരു ടാർഗറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ലോങ് ടൈമിന് പറ്റിയതാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പരിഗണിക്കാം. ഒരുപാട് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻഫോസിസിൻ്റെ മന്ത്ലി ചാർട്ട് ഒന്ന് കണ്ടു കളയാം. വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മന്ത്ലി ചാർട്ടാണ് നമ്മളിവിടെ കാണുന്നത്. താങ്ക്